ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികൾ, ഏകനായ റബ്ബിന്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്നും ആമുഖമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അത്തരത്തിൽ ജീവിതം നയിച്ച് സ്വർഗം നേടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓരോ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. മദ്യം, മയക്കുമരുന്ന് മനുഷ്യവർഗത്തിന്റെ ശത്രു എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ പുതിയ കാലത്ത് വാർത്തകൾ പരിശോധിക്കുന്ന സമയത്ത് മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തകൾ പോലും കടന്നു വരാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും രക്ഷിതാക്കളൊക്കെ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, മദ്യവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമോ എന്ന ഭയം ഇന്ന് പലപ്പോഴും രക്ഷിതാക്കളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. അവിടെ ഈ പുതിയ കാലത്ത് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെടുന്ന സമയത്ത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് വളരെ വലുതാണ്. അത് എന്റെ കുടുംബത്തിലേക്കൊന്നും കടന്നു വരൂലല്ലോ, എന്റെ നാട്ടിലേക്കൊന്നും കടന്നു വരില്ലല്ലോ എന്ന ചിന്തയാണ് ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളെയും പല നാട്ടിലുള്ള അയൽപ്പക്കങ്ങളെയും ഒക്കെ ഭിന്നിപ്പിക്കുവാനുള്ള കാരണം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വശ്കുറൂ ലില്ലാഹ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഈ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങളോട് ഭക്ഷിച്ചു കൊള്ളുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ ഭക്ഷണം ലഭിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാനും വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ബഖറയിലെ 172 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇത് ഞാൻ പറയുവാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ലോകത്ത് അവന്റെ അടിമകളായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും തെറ്റുകളിലേക്കും ഹറാമായ കാര്യങ്ങളിലേക്കും കടന്നു പോകരുത് എന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നതാണ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങളുടെ പ്രത്യേകത തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതാ ശഹ്റു റമദാൻ, നിങ്ങൾക്ക് റമദാൻ മാസം ഇതാ ആഗതമായിട്ടുണ്ട്, അനുഗ്രഹീതമായ മാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം മനുഷ്യനോട് പ്രവാചകൻ പറയുന്നത്, സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ വാതിലുകള് അടിക്കപ്പെടുകയും നിങ്ങളെ വഴിതെറ്റിക്കുന്ന പിശാചിനെ ചെങ്ങലക്കിടുകയും ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് എല്ലാം സംവിധാനിച്ചു വെച്ചിട്ടും ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് കടക്കുവാൻ ഒരു അവസരമായി കൊണ്ട് തന്റെ പാപങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പറഞ്ഞുകൊണ്ട്, ഞാനിനി തെറ്റുകളിലേക്കൊന്നും പോകില്ല റബ്ബേ, ആ തുറന്നു വെച്ച സ്വർഗത്തിലേക്ക് കടക്കുവാൻ അല്ലാഹു എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ആ ഒരുക്കി വെച്ചതിൽ അള്ളാഹു നമുക്ക് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണവും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഹറാമായത് ഭക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ 29-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്, മനുഷ്യന് ഒരിക്കലും തിന്മകളിലേക്ക് പോകാൻ, മനുഷ്യന് അവന്റെ ശരീരം കേടായ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് അല്ലാഹു പറയുന്നു. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കരുണയുള്ളവൻ. മനുഷ്യനോട് പറയാ, നിങ്ങളെ തന്നെ നിങ്ങൾ കൊലപ്പെടുത്തരുത്. ആ കൊലപ്പെടുത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ജീവൻ ഈ ലോകത്ത് നിലനിൽക്കുന്നത് 5 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ സ്വീകരിക്കുന്ന അവന്റെ മതം കൊണ്ടാണ്. രണ്ടാമത്, ആ മനുഷ്യന്റെ ശരീരം നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ശരീരം ഉണ്ടാകുമ്പോഴാണ്. മൂന്നാമത്തേത്, മതങ്ങളിലുള്ള കാര്യങ്ങള് തന്റെ ബുദ്ധി കൊണ്ട് അവൻ ചിന്തിക്കുമ്പോൾ. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാ. നിങ്ങളുടെ ബുദ്ധിയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുന്നത്. വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്, പിന്നെ മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ സന്തതിക്ക് വേണ്ടിയിട്ടാ, അതുപോലെ പിന്നെ അവൻ ജീവിക്കുന്നത് അവന്റെ സമ്പത്തിന് വേണ്ടിയിട്ടാ. ഈ 5 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. മതം കൊണ്ട് അവന്റെ ജീവിതത്തെ സംസ്കരിച്ച്, ശരീരം കൊണ്ട് ആ മതത്തിന് എല്ലാവിധ ഊർജവും നൽകുന്ന ഇബാദത്തുകൾ ചെയ്ത്, തന്റെ ബുദ്ധിക്കനുസരിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആ മതങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി, തന്റെ മക്കളെ നേരായ വഴിയിലേക്കാക്കി, സമ്പത്ത് കൊണ്ട് തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധീകരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ഏറ്റവും പ്രധാനമായ ഈ 5 കാര്യങ്ങൾ തകർക്കുവാൻ കഴിയുന്ന ഏതൊരു പാപമാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ മസ്തിഷ്കത്തെയും അവന്റെ ശരീരത്തെയും എല്ലാം നശിപ്പിച്ചു കളയുന്ന ഈ മദ്യം എന്നുള്ളത്. നോക്കി, നിങ്ങളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, അവന്റെ ബുദ്ധിയുമായി നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, അവന്റെ മസ്തിഷ്കം പ്രധാനമായി 2 രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ രൂപം എന്നുള്ളത് അവന്റെ ഭൗതിക തലമാണ്. ഭൗതിക തലം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വിസർജിക്കുവാൻ ഒരു ആവശ്യം വരികയാണ്, മൂത്രമൊഴിക്കാൻ ഒരു ആവശ്യം വരികയാണ്. ആ മൂത്രമൊഴിക്കാൻ നമുക്ക് ശങ്ക വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, റോഡിന്റെ സൈഡിലെ മൂത്രമൊഴിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും, അതെനിക്ക് നാണക്കേടാണ്, അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആദ്യം നമ്മൾ ആ പരിസരത്ത് ഏതെങ്കിലും പള്ളിയുണ്ടോ എന്ന് നോക്കും, പള്ളിയില്ലെങ്കിൽ ഏതെങ്കിലും ബാത്റൂം സൗകര്യമുണ്ടോ എന്ന് നോക്കും. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ആളുകളുടെ ഇടയിൽ നമുക്കൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം നമ്മൾ തീർക്കുമെന്നുള്ളതാണ്. എന്നാൽ ആ ഭൗതിക തലത്തിലേക്കാണ് നമ്മൾ കഴിക്കുന്ന മദ്യവും നമ്മൾ ഉപയോഗിക്കുന്ന ഈ മയക്കുമരുന്നുകളും കടന്നാക്രമിക്കുന്നത് എന്ന് സയൻസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. തന്റെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും കാര്യം കടന്നു വരുമ്പോ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനുഷ്യന് അറിയാമെന്നുള്ളതാണ്. ഇനി നേരെ നമ്മൾ മൃഗങ്ങളിലേക്ക് നോക്കുക. മൃഗങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് ആ ഭൗതിക തലമാണ്, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു നായ അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. ആ നായക്ക് മൂത്രമൊഴിക്കാൻ ശങ്ക വന്നു കഴിഞ്ഞാൽ എവിടെയും നോക്കാതെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, മൂത്രമൊഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പൂച്ചയെ സംബന്ധിച്ച്, ഏത് മൃഗങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ പറയാറുണ്ട്, ഓരോരുത്തരും വെള്ളമടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവന് സ്വബോധമില്ലാതെ നടക്ക എന്ന് പറയുമ്പോ ഈ ഭൗതിക തലത്തിലേക്കാണ് മദ്യം കടന്നാക്രമിക്കുന്നത്. തന്റെ ഭൗതിക തലങ്ങളിലേക്ക് ആ മദ്യം കടന്നാക്രമിക്കുമ്പോ അവൻ മനുഷ്യനല്ലാതെ അരിമാറുകയാണ്. അവന്റെ മുമ്പിലുള്ളത് തിരിച്ചറിയുവാൻ കഴിയാതെ വരികയാണ്. ആളുകളുടെ ഇടയിൽ തന്റെ വസ്ത്രങ്ങളെല്ലാം കേറി പറഞ്ഞ രൂപത്തിൽ അയച്ചുകൊണ്ട് നടക്കുവാനും ഈ രൂപത്തിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്യുവാനും അവന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഈ മസ്തിഷ്ക തലം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നോക്കുക, മദ്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ തലം എന്നുള്ളത് വൈകാരികമാണ്. നമുക്കൊരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും,
നമുക്കൊരാളെ പ്രണയിക്കാൻ കഴിയും, നമുക്കൊരാളോട് സ്നേഹത്തോട് സംസാരിക്കാൻ കഴിയും, ഒരാളോട് സ്നേഹത്തോട് കൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ മദ്യമെന്ന വലിയ ശത്രു ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോഴേക്ക് ആ സ്നേഹം എന്നുള്ളത് വേറെ രൂപത്തിലേക്കാവുകയും അത് മനുഷ്യനോടുള്ള വെറുപ്പുളവാങ്ങുകയും മനുഷ്യനെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ദാനങ്ങളിലേക്കും അത്തരം അക്രമങ്ങളിലേക്കും കടന്നു ചെല്ലും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തെ, അവന്റെ മതത്തെയും അവന്റെ ചിന്തയെയും അവന്റെ സമ്പത്തിനെയും അവന്റെ മക്കളെയും എല്ലാം തകർത്ത് കളയുവാൻ ഒതുങ്ങുന്ന ഏറ്റവും വലിയ ശത്രുവാണ് മദ്യം എന്നുള്ളത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ചരിത്രമുണ്ട്. സഅദ് അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളും അൻസാറുകളും ഇങ്ങനെ മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെയും ആ വേദിയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം കടന്നുപോയി, മദ്യം നിരോധിക്കാത്തൊരു സമയമാണ്. ആ വേദിയിലേക്ക് കടന്നുപോയി അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുഹാജിറുകളാണ്, അൻസാറുകളാണ്. ഇത് കണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ അവർ മദ്യപിക്കാൻ നിർബന്ധിച്ചപ്പോൾ ചെറിയ രൂപത്തിൽ മദ്യപിക്കുകയാണ്. ആ മദ്യപിച്ച സമയത്ത് തന്റെ നാവിലൂടെ ഏതാനും ചില കാര്യങ്ങൾ കടന്നു വരികയാണ്. ആ ഏതാനും ചില കാര്യങ്ങൾ കടന്നു വരികയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അൻസ്വാറുകളിൽപ്പെട്ട ആളുകൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയും ചെയ്തത് പേടിച്ച് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവുക. പ്രവാചകരെ, ഇന്ന് ഇത് സംഗതികളൊക്കെ നടന്നിട്ടുണ്ട്, പ്രവാചകൻ അവരെന്നെ ആക്രമിച്ചിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 90-ാമത്തെ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫസ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കേറെ സുപരിചിതമായ ഹാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ? തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ മദ്യമുണ്ടല്ലോ, അതുപോലെ ചൂതാട്ടമുണ്ടല്ലോ, പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളുമെല്ലാം പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു എന്ന, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന. അതുകൊണ്ടാണ് ഏറ്റവും നന്നായി ജീവിച്ചിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കണ്ടു ജീവിച്ചിരുന്ന മുഹാജിറുകളും അൻസാറുകളും മദ്യപിച്ചു കഴിഞ്ഞപ്പോ തർക്കങ്ങളിലേക്ക് ഏർപ്പെടാൻ, അത് പിശാചിന്റെ പ്രവർത്തനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങളത് ഒഴിവാക്കുക തന്നെ വേണം, അതുമായി നിങ്ങൾ സമീപിക്ക പോലും ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കാണ്. പ്രിയപ്പെട്ടവരെ, നോക്കി നിങ്ങൾ, വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. എന്താണ് മനുഷ്യന് മദ്യം എന്നുള്ളത്? അത് മനുഷ്യനെ പൈശാചികമായ പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. നോക്കി നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പിടിക്കുകയും ഒരു തടങ്കലിലാക്കുകയും ചെയ്ത സമയത്ത് തന്റെ മുമ്പില് പോകണേ 3 കാര്യമാണ്. ആ തടവിലാക്കിയ ആളുകള് അദ്ദേഹത്തിനോട് 3 കാര്യങ്ങൾ തന്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറയാം. അതിൽ 1-ാമത്തെ കാര്യം തന്റെ മുമ്പിൽ മദ്യം കൊണ്ടുവച്ചിട്ടുണ്ട്, മദ്യപിക്കാൻ പറയാണ്. 2-ാമത്തേത് തന്റെ മുമ്പിൽ ഒരു സ്ത്രീയെ, ആ സ്ത്രീയെ നീ വ്യഭിചരിക്കണമെന്ന് പറയാണ്. 3-ാമത്തേത് തന്റെ മുമ്പിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയെ കൊലപ്പെടുത്തണമെന്ന് പറയാണ്. ആ മനുഷ്യനെ എന്തിങ്ങനെ ചിന്തിച്ചതിന് ശേഷം ആ മനുഷ്യൻ ചിന്തിക്കാണ്, വ്യഭിചാരം എന്നുള്ളത് ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതാണ്. കൊലപ്പെടുത്തുക എന്നുള്ളത്, ഒരു മനുഷ്യന്റെ ജീവൻ യാതൊരു കാരണവുമില്ലാതെ ഹനിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ കുറ്റമാണ്. ആ മനുഷ്യൻ നിസ്സാരമാക്കി ഈ 2 കുറ്റങ്ങൾ ഇങ്ങനെ താരതമ്യം ചെയ്തപ്പോൾ ഏറ്റവും ചെറിയ കുറ്റമായി തിരഞ്ഞെടുക്കുന്നത് മദ്യപിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം മദ്യപിച്ചു. ആ മദ്യപിച്ച സമയത്ത് അദ്ദേഹത്തിന് ആ മദ്യത്തിന്റെ ലഹരി തന്റെ തലയിലേക്ക് കയറിയപ്പോ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ കയറി പിടിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യാണ്. പിന്നീട് ഇതിന് സാക്ഷ്യം വഹിച്ച ആ ചെറിയ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാ. അതോടുകൂടി ആ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ, മദ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അവന്റെ മസ്തിഷ്കത്തിലേക്ക് കടന്നുമ്പോ അവന്റെ ഭൗതികമായിട്ടുള്ള അവന്റെ വൈകാരികമായിട്ടുള്ള മേഖലകളിലേക്ക് കടന്നാക്രമിക്കുകയും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുകയും പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ശൈത്താന്റെ അമലുകളിൽപ്പെട്ട ഏറ്റവും മോശകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പച്തരിമോ, നിങ്ങൾ അത് ഒഴിവാക്കണം, അതിലേക്ക് അടുക്കേ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ മദ്യവുമായി ബന്ധപ്പെട്ട്, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് അധികമായി കൊണ്ട് കടന്നു ചെല്ലുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്നത് ഈ കാലഘട്ടത്തിലെ കുടുംബപരമായ കാര്യങ്ങളാണ്. നോക്കി നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകള് എന്തുകൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവര് മദ്യം ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ അഭിമാന പ്രശ്നമായിരുന്നു. ഞാൻ മദ്യപിക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ പ്രമാണിമാരുടെ ഇടയിൽ തനിക്ക് എന്തോ ഒരു മോശക്കേട് സംഭവിച്ച പോലെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മദ്യം അവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയത്. ആ മദ്യം കടന്നു വന്നതിന് ശേഷമാണ് അവർ വ്യഭിചാരങ്ങളിലേക്കും മോഷണങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും ആ രൂപത്തിൽ മനുഷ്യത്വപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പൈശാചികമായ കാര്യങ്ങളിലേക്ക് അവർ കൂട്ടുകുത്തിയത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മദ്യവും മയക്കുമരുന്നും ഇങ്ങനെ സുലഭമായി കൊണ്ടിരിക്കുന്നത്? ഇന്ന് പലപ്പോഴും മദ്യപിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആദ്യം പറയാ, ഞാൻ മദ്യപിക്കുവാനുള്ള കാരണം എന്റെ ജീവിതത്തില് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ അത് സഹിക്കവയ്യാതെ എന്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞതാണ്, അതൊരു നിമിഷ നേരത്തിന് മറക്കുവാൻ വേണ്ടി നീ ഇതെന്ത് കഴിച്ചു നോക്കി എന്ന് പറഞ്ഞ് അത് കഴിച്ചു തുടങ്ങിയതാണ്. പിന്നീട് ആ മദ്യം കഴിച്ചതിന്റെ പേരിൽ ആ മദ്യത്തിന് വേണ്ടി എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ആ മദ്യത്തിന് വേണ്ടി എന്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ഭിന്നിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഒന്നുമില്ലാത്ത വെറുക്കയോട് കൂടി നടക്കേണ്ട ഒരു കാന്തനെ പോലെയായി ഞാൻ നടക്കേണ്ട ഒരു അവസ്ഥ ഒന്നുതാ. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ഒരു നിമിഷത്തിന് വേണ്ടി മറക്കുവാൻ വേണ്ടി അവൻ മദ്യം ഉപയോഗിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ ഏറ്റവും നല്ല കുടുംബത്തിൽ ഏറ്റവും നന്നായി ഇടപെട്ടിരുന്ന ഒരു യുവാവ്, ആ യുവാവിന് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. സാമ്പത്തികമായ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ സ്വാഭാവികമായി കുടുംബത്തിനോട് പറയുന്നതിന് പകരം അവൻ അവന്റെ മനസ്സിനെ വെച്ച് നടന്നു. അവസാനം ആ സാമ്പത്തികമായ പ്രതിസന്ധി വല്ലാതെ അലട്ടിയ സമയത്ത് അതിൽ നിന്ന് അവന്റെ ഓർമ്മയെ, അവന്റെ മനസ്സിനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ കണ്ടെത്തിയത് മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാ. ആദ്യം ഇങ്ങനെ ചെറുങ്ങനെ കഞ്ചാവെന്ന് തുടങ്ങി അവസാനം MDMA എത്തുന്നു. എന്താ ഇത് ഉപയോഗിക്കുവാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നു, ഇത് ഉപയോഗിക്കുമ്പോ എനിക്ക് 10 മണിക്കൂറിന് ഈ കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അവിടെയാണ് ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് പറയുന്നത്, ഇന്നമാ യുരീദു ശൈത്താൻ പഠിപ്പിക്കുന്നത് തീർച്ചയായും പിശാച് ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ചൂതാട്ടങ്ങളിലൂടെയും മദ്യത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അദാവത്തവൻ പണമാണ് എന്ന. എന്താണ് അദാവത്തവൻ പണമാണ്? ശത്രുതയും വിദ്വേഷവും നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാ. നോക്കി നിങ്ങൾ സമീപകാലത്തെ വാർത്തകൾ നമ്മൾ പരിശോധിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട പിതാവ് മകനെ കൊത്തിക്കൊല്ലുന്ന കാലമാണ് മക്കളുടെ പേര്. പിതാവിനെ മകൻ കൊത്തിക്കൊല്ലുന്ന കാലമാണ്. മാതാവിനെ കൊത്തിക്കൊല്ലുന്ന കാലമാണ്. അയൽവാസിന്റെ മദ്യത്തിന്റെ പേരിൽ കൊത്തിക്കൊല്ലുന്ന കാലമാണ്. മക്കളെ കൊലപ്പെടുത്തുന്ന ഒരു കാലമാണ്. എല്ലാത്തിന്റെയും പിന്നിലുള്ള വില്ലൻ എന്ന് പറയുന്നത് അത് മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിശി. മദ്യമെന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉമ്മുൽ ഫവാഹിശ് എന്നുള്ളതാണ്, അത് തിന്മകളുടെ മാതാവാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും അത് കുടിച്ചാൽ, ആരെങ്കിലും അത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവൻ തന്റെ മാതാവിന്റെ മേലോ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽപ്പെട്ട അമ്മായിയുടെ മേലോ വീണെന്നിരിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളല്ലാതാക്കി മാറ്റുന്ന ആ മദ്യവും മയക്കുമരുന്നും കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്
അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പിന്നീട് അവന് സുബോധമില്ലാതായി തീരുമെന്നുള്ളതാണ്. സുബോധമില്ലാതായി തീരുമെന്നുള്ളത് തന്റെ ഒന്നിനുള്ള ഉമ്മയാണോ പെങ്ങളാണോ അമ്മായിയാണോ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് അവൻ കടന്നു ചെല്ലുമെന്നുള്ളതാണ്. അതിന്റെ സമീപകാലത്തുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. തന്റെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകന്റെ വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. തനിക്ക് മദ്യപിക്കുവാൻ, ലഹരി ഉപയോഗിക്കുവാൻ, തനിക്ക് സമ്പത്തും തരാത്തതിന്റെ പേരിൽ, പണം തരാത്തതിന്റെ പേരിൽ അച്ഛനെ കുത്തിക്കൊന്ന വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇത് ആൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിലെ പുതിയ പഠനപ്രകാരം 30% മദ്യപാനവും അതുപോലെ ലഹരി ഉപയോഗം എന്നത് ഇന്ന് പെൺകുട്ടികളിലേക്കാണ് ചേക്കേറി പൊത്തിരിക്കുന്നത് എന്ന പഠനം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ് പെരുന്നാളിന്റെ ഒരാഴ്ച മുമ്പാണ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലഹരി സപ്ലൈ ചെയ്യുന്ന ഒരാളെ പോലീസ് പിടിക്കുന്നത്. ആ പിടിച്ച സമയത്ത് അദ്ദേഹം പോലീസിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്നുള്ളത് വലിയ ആളുകളെയല്ല, യുവാക്കളെയല്ല, കോഴിക്കോട് ജില്ലയിലുള്ള സ്കൂളുകളെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളിലേക്ക് ഇതിന്റെ സുഖവും ഇതിന്റെ ലഹരിയുമെല്ലാം ഇവർ പൊത്തിവെച്ചുകൊണ്ട് അതിനെ അടിമകളാക്കുന്ന പ്രവൃത്തി ഇന്ന് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെയാണ് കൃത്യമായ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ദൗത്യമെത്താണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ കുടുംബത്തിലേക്കൊന്നും വരുന്നില്ലല്ലോ, എന്റെ മക്കളൊന്നും ബാധിക്കില്ലല്ലോ, ഇതെന്റെ അയൽപ്പക്കങ്ങളിലേക്കൊന്നും കടന്നു വരില്ലല്ലോ, ഇത് ഞാൻ വാർത്ത വായിക്കുന്നത് കേരളത്തിന്റെ അങ്ങേ തലക്കലല്ലേ, ഞാൻ വാർത്ത വായിക്കുന്നത് കേരളത്തിന്റെ ഇങ്ങേ തലക്കലല്ലേ, എന്നതൊന്നും ബാധിക്കുന്ന വിഷയമല്ല എന്ന് വിചാരിച്ച് അതിനെ നിസാരവൽക്കരിച്ചു കൊണ്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളുകളിലേക്ക് പോയി നമ്മൾ അറിയാതെ ലഹരി ഉപയോഗങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് തിരിച്ചറിയുവാൻ കൃത്യമായി ഇസ്ലാം നമുക്കൊരു മാർഗദർശനം നൽകുന്നുണ്ട്. എന്താണ് ഇസ്ലാം നൽകുന്ന മാർഗദർശനം? നോക്കി നിങ്ങള് ജാഹിലിയ കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിക്കാം. ഒരു കാലത്തും അവരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിക്ക് താഴെ കുഴിച്ചിടണമെന്ന് പറഞ്ഞിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ മക്കാ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും മാസങ്ങൾ കൊണ്ടാണ് അവരെ യഥാർത്ഥ വിശ്വാസിയായി ഉമ്മത്തൻ എന്ന് പറയുന്ന ഉത്തമ സമുദായമാക്കി കൊണ്ട് മാറ്റിയത്. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മനുഷ്യനോട് ഇസ്ലാം സംവദിക്കുന്നത് തന്റെ ബുദ്ധിയോടാണ്. ഇസ്ലാം സംവദിക്കുന്നത് തന്റെ മനസ്സിനോട്, ഹൃദയത്തോടാണ്. ആ ബുദ്ധിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് അവൻ വഴികേടിലേക്ക് പോകുന്ന, ആ ബുദ്ധിക്ക് മാറ്റം സംഭവിക്കുന്ന ഏറ്റവും വലിയ ഉപകരണമാണ് മദ്യം എന്നുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മദ്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മദ്യപിക്കുകയെ ചെയ്യരുത്. ആ മദ്യപാനം നിങ്ങള് തിന്മകളിലേക്കുള്ള പ്ലാറ്റ്ഫോമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന ഉപദേശമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കി നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നല്ല രൂപത്തിലേക്ക് സംസ്കരിച്ചത്. അത് തന്നെയാണ് ലോകത്ത് ഇന്ന് പല സംഘടനകൾ എങ്ങനെ മദ്യത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താമെന്ന ഗവേഷണം നടത്തുമ്പോൾ ഇസ്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ മനുഷ്യനെ മാറ്റാം. ആദ്യം ഇസ്ലാം സംബന്ധിച്ചത് അവന്റെ ഹൃദയങ്ങളോടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറത്തുമായി കടന്നു വരുന്ന സമയത്ത് ആദ്യം ഞങ്ങൾ മദ്യപിക്കരുതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മദ്യപാനം നിർത്തുമായിരുന്നില്ല. ആദ്യം നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് സ്വീകരിക്കുമായിരുന്നില്ല. അരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ അല്ലാഹുവിനെ തിരിച്ചറിയണമെന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ആ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർക്ക് തങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അല്ലാഹുവിനെ അവരുടെ നാവിലൂടെയും അവരുടെ കണ്ണിലൂടെയും എല്ലാം ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പഠിക്കുകയും ആ പഠിച്ചത് എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് പറയുമ്പോഴും അത് ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് അവർ കടന്നു വരാൻ കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഹുവല്ലദീ ബഅസ ബിൽ ഉമ്മീന റസൂല മിൻഹും യദ്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹു പഠിപ്പിക്കുന്നത് അക്ഷരജ്ഞാനമില്ലാത്തവരുടെ ഇടയിലേക്ക് തന്റെ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് വയുസദ്ദീം ആ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവരെ സംസ്കരിക്കുവാനും വയുഅല്ലിമുഹുൽ കിതാബ് യഥാർത്ഥമായ വേദഗ്രന്ഥം
അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വൽ ഹിക്മ അവർക്ക് വിജ്ഞാനങ്ങൾ ഹിക്മത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും വൈകാനോ അവർ വഴിക്കേടിലായിരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്ത് അവരെ ഖുർആൻ കൊണ്ട് സംസ്കരിച്ചെടുക്കുകയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. മൂന്ന് ഘട്ടങ്ങളായിക്കൊണ്ടാണ് ആ സമൂഹത്തെ അള്ളാഹു മദ്യത്തിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ മുക്തമാക്കി ചെയ്യുന്ന അതിലൊന്നാമത്തെ ഘട്ടം എന്നുള്ളത് സൂറത്ത് ബഖറയിലെ 219 ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സ്വഹാബത്തിനോട് പഠിപ്പിക്കാൻ എന്താ പഠിപ്പിക്കുന്നത്? നബിയെ, നിന്നോടവർ മദ്യത്തെ കുറിച്ചും ചൂതാട്ടത്തെ പറ്റിയും ചോദിക്കുന്നു. അവരോട് നീ പറഞ്ഞു കൊടുക്കണം, നീ പറഞ്ഞു കൊടുക്കണം അവർക്ക് ആ മദ്യത്തിലെ ഏറ്റവും വലിയ തിന്മയാണ് അതിലുള്ളത് എന്ന് പ്രവാചകരെ നീ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അവർക്ക് ആ മദ്യത്തിന്റെ ഏറ്റവും വലിയ അപകടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അവർ ചിലപ്പോൾ പ്രയോജനങ്ങളായിട്ട് ഉപയോഗിക്കാം. പ്രയോജനങ്ങളുണ്ട്. ഞാൻ മദ്യം ഉപയോഗിക്കുന്നത് എന്തിനാ? മരുന്നായിട്ടാണ് എന്ന് പ്രവാചകനോട് സ്വഹാബത്തിലെ ഞാൻ മരുന്നായിട്ടാണ് മദ്യത്തെ ഉപയോഗിക്കുന്നത് എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങൾ അതിലുണ്ട്, എന്നാൽ അവയിലെ പാവത്തിന്റെ അംശമാണ് പ്രയോജനത്തെക്കാൾ വലുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ ഘട്ടം. മദ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക. കുടുംബങ്ങൾ തെറ്റുന്നതിനെ കുറിച്ച്, അയൽപക്കങ്ങൾ തെറ്റുന്നതിനെ കുറിച്ച്, നാട്ടുകാർ തെറ്റുന്നതിനെ കുറിച്ച് നോക്കി നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ കടിഞ്ഞാണിന്റെ പേരിൽ 40 വർഷക്കാലം യുദ്ധം ചെയ്തിരുന്ന 2 ഗോത്രങ്ങളുള്ള സമുദായത്തിലേക്ക് പ്രവാചകൻ കടന്നു വരുന്നത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് വെട്ടിബലപ്പെടുത്തുന്ന മാനുഷികമായി യാതൊരു പരിഗണനയും കൊടുക്കാത്ത ജാഹിലിയത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിച്ചു കൊടുത്ത ശേഷം അവരിങ്ങനെ മദ്യപിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറഞ്ഞതുപോലെ, പ്രവാചകരെ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ മദ്യപിച്ചപ്പെട്ടായി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ശൈത്താന്റെ പ്രവർത്തനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയത. അങ്ങനെ അവർ ചെറുങ്ങനെ സ്വഹാബത്തിനെ ഒഴിവാക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഘട്ടത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമസ്കരിക്കാൻ വരുമ്പോൾ നമസ്കാരത്തിന് തെറ്റില്ലാതെ നിൽക്കുന്ന സ്വഹാബികളാണ്. നമസ്കാരത്തിൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ ആ ഖുർആൻ നിരന്തരമായി തെറ്റുന്നതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത വഹി ഇറങ്ങിയ സൂറത്ത് നിസാഇലെ 43-ാമത്തെ വചനം അല്ലാഹു പഠിപ്പിക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ. അല്ലാഹു പഠിപ്പിക്കുക, നിങ്ങൾ നമസ്കാരത്തെ സമീപിച്ചു പോകരുത്. ലാ തഖ്റബുസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തെ സമീപിച്ചു പോകരുത്. എങ്ങനെ? വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചുകൊണ്ട് ആ നമസ്കാരത്തെ നിങ്ങളെ സമീപിച്ചു പോകരുത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങാണ്. അത് ഇറങ്ങിയ സമയത്ത് സ്വഹാബത്ത് തീരുമാനമെടുക്കാണ്, ഇനി നമസ്കാരത്തിന്റെ സമയത്ത് മദ്യപിക്കേണ്ട. സുബഹിക്ക് അവർ കട്ട് ചെയ്തു. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞ് മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒമറാകുന്ന സമയം വരെ തന്റെ നെക്ക് കെടില്ല എന്ന് വിചാരിച്ച് പകൽ സമയങ്ങളിൽ അവർ മദ്യപാനം പാടയെ നിർത്താറ്. അങ്ങനെ അവർ പാകക്കൂടി മദ്യപിക്കാനുള്ള സമയം രാത്രി മാത്രമാണ്. നോക്കി നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് മാറ്റിയെടുക്കുന്നത് ഘട്ടം ഘട്ടമായിക്കൊണ്ട് അവരിങ്ങനെ മാറ്റിയെടുക്കാണ്. അവസാനം അവരിങ്ങനെ മദ്യപിച്ച് അവസാനം ഇങ്ങനെ ഒരു ചെറിയ സമയത്ത് ഇങ്ങനെ മദ്യപിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് എന്താ വരുന്നത്? ഈ ആയത്ത് വരുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്നാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കുവിനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന വരിക. ഫഹൽ അൻതും മുത്തഖൂൻ, നിങ്ങള് അതിൽ നിന്ന് വേർപിരിയുവാൻ സമയമായി ചെയ്യുന്ന അള്ളാഹുവിന്റെ വലിയ കൽപ്പന വരുന്ന സമയത്ത് മദീനയിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പകൾ റോട്ടിലേക്ക് എറിഞ്ഞുകൊട്ടെ മദ്യത്തിന്റെ പുഴ പോലും ഒഴുകിയെന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കി നിങ്ങൾ, പിന്നെ ആ മദ്യത്തിന്റെ യാതൊരു അംശത്തേക്ക് പോലും അവരടുത്തിട്ടില്ല എന്ന ഒരിക്കലും സ്വഹാബി പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുക. ഈ ആയത്തിറങ്ങി മദ്യമെല്ലാം ഒഴുക്കി കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുക, പ്രവാചകരെ, ഈ മദ്യം ഒഴുകിപ്പോയെടുത്ത് അതിനൊരു ചെടി ഇങ്ങനെ മുളച്ചിട്ടുണ്ട്, ആ ചെടിയിൽ നിന്നുള്ള കായ് നമുക്ക് തിന്നാൻ പറ്റുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്ന രൂപത്തിലേക്ക് അവരുടെ സൂക്ഷ്മത മാറി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ. നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ തന്റെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ ലഹരിയായ മദ്യത്തിൽ നിന്ന് പോലും അവരെ മുക്തമാക്കി ഹൈർ ഉമ്മത്ത് എന്ന ഏറ്റവും ഉത്തമ സമുദായം എന്നത് അവരെ മാറ്റിയെടുത്തിരിക്കുന്നതാ.
ഇന്ന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ് പ്രിയപ്പെട്ടവരെ. റമദാനിന്റെ മാസമാണ്. ഈ റമദാൻ മാസം എന്നുള്ളത് നമുക്കറിയാം ഈമാനും ഇഹ്തിസാബും ഒരിക്കൽ കൂടി തന്റെ ജീവിതത്തിലേക്ക് ഉറപ്പിക്കേണ്ട മാസമാണ്. നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരം ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് ഈ മദ്യപിക്കരുത് എന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും സ്വഹാബത്തിനോട് ഈ മദ്യപിച്ചതിന്റെ പേരിൽ കോപിച്ചിട്ടില്ല, മറിച്ച് പ്രവാചകൻ അവർ പഠിപ്പിച്ചു കൊടുത്ത യഥാർത്ഥ ഈമാനാണ്. ആ ഈമാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം കടന്നു വരുമ്പോ മാത്രമാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അവന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മദ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതാണ്. മദ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ? പ്രവാചകൻ പറയുന്നത്, തീർച്ചയായും അള്ളാഹു മദ്യത്തെയും അതുമായി ഇടപെടുന്നവരെയും അത് നേടുന്നവനെയും അത് കുടിക്കുന്നവനെയും അത് വഹിക്കുന്നവനെയും അത് എത്തിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് സമ്പാദിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കി, നിങ്ങൾ എത്ര വിഭാഗം ആളുകളാ? 10 വിഭാഗം ആളുകളെ. മദ്യം വിൽക്കുക, അത് കുടിക്കുക, അത് മറ്റുള്ളവരെ കുടിപ്പിക്കുക, അതുമായി സമ്പാദിക്കുക എന്നിങ്ങനെയുള്ള അതിനുള്ള എല്ലാ സൗകര്യം ഒരുക്കുന്നവരെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട് അതുമായി എന്തെങ്കിലും പ്രോത്സാഹനം നൽകുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് കടന്നു വരാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുക. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിന് വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ ഈ ഹംറ് വിതരണം ചെയ്യുന്ന, ഈ ഹംറ് മദ്യം വിളമ്പുന്ന സുപ്രയിൽ പോലും നിങ്ങൾ ഇരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നോക്കി, നിങ്ങൾ ചില ആളുകളുണ്ട്, കൂട്ടുകാരെ കൂടെ ഇങ്ങനെ പോകും, കൂട്ടുകാരെ കൂടെ പോയിട്ട് ചിലപ്പോ ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്തൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോ മദ്യം വിളമ്പുന്ന സദസ്സുണ്ടായിരിക്കും. ചിലപ്പോ ആ മദ്യം വിളമ്പുന്ന സദസ്സിൽ നമ്മൾ കുടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പോയി ഇരിക്കുന്നത്. അമ്മാന്റെ പ്രവാചകൻ പറഞ്ഞെന്നറിയോ? അതിലേക്ക് അടുക്കരുത് എന്ന. ആ സുപ്രയിൽ പോലും നിങ്ങൾ സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞ് അവിടെ പോയി ഇരിക്കരുത് എന്ന് അമ്മാന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുവാനുള്ള കാരണം? അമ്മാന്റെ പ്രവാചകൻ പഠിപ്പിക്കാൻ മൻസരികൾ ഖംർ, ആരെങ്കിലും മദ്യപിച്ചു കഴിഞ്ഞാൽ, വിശ്വാസിയെ സംബന്ധിച്ച പറഞ്ഞത്, ആരെങ്കിലും മദ്യപിച്ചു കഴിഞ്ഞാൽ ലം തുഖ്ബൽ ലഹു സ്വലാ, അവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. എപ്പോ? 40 സ്വബാഹ, അവന്റെ 40 നമസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസത്തെ നമസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. നമ്മൾ 40 ദിവസം നമസ്കാരം എന്ന് നോക്കി, നിങ്ങൾ ഒരു ദിവസം 5 നേരമുള്ള നമസ്കാരം, അത് 40മായി നമ്മൾ ഇട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നമസ്കാരം? ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇനി അവരെങ്ങാനും അത് മനസ്സിലായി, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായി, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പിന്നെയും അവൻ എന്ത് ചെയ്യാണ്? ഈ മദ്യപാനത്തിലേക്ക് പോകാൻ വീണ്ടും അവന്റെ 40 ദിവസത്തെ നമസ്കാരത്തെ സ്വീകരിക്കില്ല. വീണ്ടും പ്രവാചകൻ പറയാ, വീണ്ടും അവൻ തൗബ ചെയ്തു, ആ തൗബ സ്വീകരിക്കും. വീണ്ടും അവൻ അതിലേക്കാണ് പോകുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 40 ദിവസം നമസ്കാരം വീണ്ടും ഒഴിവാക്കുന്ന. എന്നിട്ട് അവസാനം പ്രവാചകൻ സ്വദർശന പണിയുന്നുണ്ട്, ഇനി അങ്ങനെ 4 തവണ ഒരു മനുഷ്യൻ രക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അവന് നെഹ്റിൽ അബാനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കുന്ന. എന്താണ് നെഹ്റിൽ അബാൻ എന്ന് സഹാബത്ത് ചോദിക്കാറ്? അവിടെ പ്രവാചകൻ പഠിപ്പിക്കാണ്, നരകത്തിലെ നരകവാസികളുടെ ശരീരത്തിന്റെ ഒലിച്ചിറങ്ങുന്ന ഊറി വരുന്ന ഒരു പഴുപ്പുണ്ടല്ലോ, അതിന്റെ മുറിവത്തായി ആ പഴുപ്പിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു ജലം പോലെയിട്ടല്ലോ, അതാണ് അവനെ കുടിപ്പിക്കുക എന്നാണ് പരലോകത്ത് എന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമായിട്ടുള്ള വിഷയം. ചിലവര് വിചാരിക്കും കൂട്ടുകാരെ ഇങ്ങനെ കൂടിയിട്ട് കൂട്ടുകാരിങ്ങനെ പറയാം, ആരും കാണുന്നില്ല ഒറ്റ വലിയ കുടിച്ചാറ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നമസ്കരിക്കുന്നവരാണെങ്കിൽ അതിലേക്ക് അടുത്തു പോകരുത്. അത് നമ്മുടെ ആളുകളോട്, വീട്ടിലുള്ള യുവാക്കളോട്,
കൗമാരക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത അത് നമ്മളിലാണ് എന്നുള്ളതാ. കാരണം അമ്മാന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, മദ്യപാനിക്ക് ഒരിക്കലും സ്വർഗം കിട്ടൂല. അള്ളാഹു പറയാണ്, എന്താണ് സ്വർഗത്തിലും പ്രവേശിക്കൂല. 3 ആളുകളെ കുറിച്ച് പറയുന്നത്. അതിന് അവസാനം അമ്മാന്റെ പ്രവാചകൻ പഠിക്കുന്നത് മദ്യം സേവിക്കുവാൻ മദ്യപാനിക്ക് സ്വർഗമില്ല എന്ന് അള്ളാന്റെ പ്രവാചകനെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യപിക്കുന്നത് നമ്മളിലേക്കൊന്നും കടന്നു വീഴല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അത് മദ്യം മാത്രമല്ല, അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹംറാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലോ, നമ്മൾക്ക് പലപ്പോഴും പറയാണ്ടാവുക മദ്യപാനം കഞ്ചാവും കയക്ക്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ലഹരി എന്ന് പറയുന്നത് പല വിധത്തിലാണ്. അവർക്ക് മദ്യവും കഞ്ചാവും തന്നെ വേണ്ടത്. അതിനേക്കാൾ മുകളിലുള്ളതാ ആസിഡ് ഓയിലും MDMA-യും സ്റ്റിക്കറും അങ്ങനെ തുടരുന്ന വലിയൊരു നീണ്ട നിരയാണ് ഇന്ന് നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് അവൻ ഉപയോഗിക്കുന്നവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല. അവൻ ആദ്യം ഒരൊറ്റ വലിയിൽ തുടങ്ങും, 2ാമത്തെ വലി ചിലപ്പോൾ ആഴ്ച കഴിഞ്ഞിട്ടാകും. അങ്ങനെ തുടങ്ങി 2 കൊല്ലം കൊണ്ട് ആ മനുഷ്യനെ തന്റെ മസ്തിഷ്കവും ഹൃദയവും പകരാറിലാക്കുന്ന രൂപത്തിലുള്ള ലഹരികളാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളുടെ കുട്ടികളുടെ ഇടയിലേക്കും യുവാക്കളുടെ ഇടയിലേക്കും കടത്തുവന്നുകൊണ്ടിരിക്കുന്നത് എന്ന നോക്കി. നിങ്ങൾ എവിടെയുള്ള ഒരു തർക്കങ്ങളുടെ വാർത്തെടുത്ത് പരിശോധിക്കുമ്പോഴും, എവിടെയുള്ള ബഹുമാനിക്കാത്ത ആളുകളെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളുടെ വാർത്തെടുത്ത് പരിശോധിക്കുമ്പോഴും അതിന്റെ പിന്നിലൊക്കെ ലഹരി ഉണ്ട് എന്നുള്ളതാ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്നതിലൂടെ തന്റെ ജീവിതത്തിൽ അപമാനം സംഭവിക്കുന്നു. എങ്ങനെയാണ് അപമാനം സംഭവിക്കുന്നത്? അവൻ ആ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ പെരുമാറുന്നു. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നു. ഹൃദയത്തിന് രോഗം കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മദ്യപാനിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് വെച്ചവനെ കഞ്ചാവ് വെച്ചവനെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ MDMA പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അവരെ തിരിച്ചറിയുവാനുള്ള മാർഗം എന്നുള്ളത് ഖുർആനിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഖുർആനിന്റെ മാസമാണ്. നമ്മൾ ഒരുപാട് കാലമായി ഖുർആൻ ഓതുന്നുണ്ട്. ആ ഖുർആൻ ഓതിയിട്ട് ഇത്തരം കാര്യങ്ങളിലുള്ള തിരിച്ചറിവ് നമുക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. മാറ്റിയത് ഖുർആനാണ്. മാറ്റിയത് ഖുർആനാണ്. സ്വഹാബത്തിനെ ആ മക്കത്തിന്റെ ഒഴിവാക്കി എന്ന ഖുർആനിന്റെ ആയത്തിറങ്ങിയ സമയത്ത് അവരെ അല്ലാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഖുർആനാണ്. ആ ഖുർആന് നമ്മൾ ഓതുന്ന സമയത്ത് അത് നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാ. ഇന്ന് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൗമാരപ്രായത്തിലുള്ള മക്കൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകാണ്. എന്റെ ഉപ്പ രാവിലെ പണിക്ക് പോകുന്ന ആളാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു ദുഃഖം വരുന്ന സമയത്ത്, എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്ന സമയത്ത് അതൊന്ന് പ്രകടിപ്പിക്കുവാൻ എന്റെ ഉപ്പയും ജോലി തിരക്കെന്ന് പറഞ്ഞു പോകുമ്പോൾ എനിക്കത് പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത മേഖലയിലെ കൂട്ടുകാരാണ്. ആ കൂട്ടുകാർ വൈദഗ്ധ്യം പോയതിന്റെ പേരിലാണ് എനിക്ക് സന്തോഷം വരുമ്പോ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടി ഞാൻ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത്. പ്രൊഫഷണൽ മേഖലയിലുള്ളവർ എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, 13 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങാതിരിക്കുവാൻ ഞാൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അതിലേക്ക് പോകുന്നവരുണ്ട്. എന്തിനാണ് MBBS പഠിക്കുന്നവർ കഞ്ചാവ് വലിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കിടക്കുമ്പോൾ ചോരയെ പണിച്ചിട്ട് ശരീരവും തുറന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഭയപ്പെടാതിരിക്കാൻ എനിക്കത് ആവശ്യം വേണ്ടി വന്നു എന്ന് പറയുന്ന പുതിയ കാലഘട്ടം. അവിടേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഖുർആനിനെയാണ്. സന്തോഷങ്ങൾ കടന്നു വരുമ്പോൾ നിനക്ക് ശുക്ർ ചെയ്യുവാൻ നിന്റെ റബ്ബുണ്ട്. കുറ്റങ്ങൾ കടന്നു വരുമ്പോ നിനക്ക് പറയുവാൻ നിന്റെ റബ്ബുണ്ട്. ആ റബ്ബിലേക്ക് നിർഭയത്വത്തോടു കൂടി നീ മറങ്ങ്. അവിടെ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. അതായിരുന്നു സ്വഹാബത്തിന് പ്രവാചകൻ സുന്നത്ത് പഠിപ്പിച്ചിരുന്നത്. തന്റെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും മദ്യപിച്ചിരുന്ന തിരിച്ചറിഞ്ഞെത്തും കാരക്കയുടെ ചാറിഞ്ഞെത്തും തെരഞ്ഞെടുത്ത് അവർ വാക്കിയുണ്ടാക്കിയിരുന്ന മക്കൾ കഴിച്ചിരുന്നവർ സന്തോഷം വരുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായി
ഒക്കെ വരുമ്പോൾ അള്ളാഹുവിനോട് ഒപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായി അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടിയതാണ് ബദറിന്റെ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതിയ സമൂഹത്തോട് പറയുവാനുള്ളത്, ഇത്തരം ആളുകളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങി അള്ളാഹുവിനെ തിരിച്ചറി, അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് തിരിച്ചറി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിയെ കൊണ്ട് നിങ്ങൾ ജീവിക്കുക. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ലോകാവസാനം വരെ, നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്നുള്ളതാ. നൈമിഷികമായ ലഹരി കൊണ്ടുള്ള സന്തോഷമല്ല, ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സന്തോഷമല്ല, നിങ്ങൾക്ക് നാളെ ഖബറിലേക്ക് വരെ എത്തുന്ന സന്തോഷമാണ് ഇസ്ലാം നൽകുന്നത്. ആ സമാധാനം തേടുന്ന മതത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് നമ്മൾ വിനയപൂർവ്വം നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഈ മാരകമായ പകർച്ചവ്യാധിയായ ലഹരി, അതിനെ കണ്ടെത്തുവാനും അത് തടയുവാനും അത് നമ്മുടെ ശത്രുവാണ് എന്ന് പറയുവാനും നമുക്ക് കെൽപ്പുണ്ടാകണം. അതിന് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ആളുകളായിക്കൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് കടക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ലഹരികളിൽ നിന്നും മദ്യങ്ങളിൽ നിന്നും അത്തരം ചീത്ത കാര്യങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ഈ റമദാനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പള്ളിയിലേക്ക് കടന്നു വരാനും ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യുവാനും നമസ്കരിക്കുവാനും നോമ്പ് നോൽക്കുവാനും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീടുകളിലും ആശുപത്രികളിലും. പക്ഷേ രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തിനും ഈ റമദാൻ 30 പൂർത്തിയാക്കുവാനും അതിലെ എല്ലാ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യവും ആഫിയത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ നോമ്പ് നോറ്റുകൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.